ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. സങ്കീർത്തനം 145:8. വ്യത്യസ്ത തരം നക്ഷത്ര വിളക്കുകൾ നമ്മുടെ നയനങ്ങളെയും മനസ്സിനെയും ഹരം പിടിപ്പിക്കുന്ന അവസരമാണ് ക്രിസ്മസ് കാലം. ധാരാളം നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാകാം. പണം കൊടുത്ത് നക്ഷത്രം വാങ്ങി വീടിന്റെ പൂമുഖത്ത് തൂക്കിയിട്ട് ഉണ്ണിയേശുവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരും ഉണ്ട്. കുട്ടികളും മുതിർന്നവരുമെല്ലാം നക്ഷത്രത്തോട് ആകർഷണം ഉള്ളവർ തന്നെ. ഹെറോദേസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾക്ക് കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. മത്തായി 2:1-2 വചനങ്ങൾ. യൂദയായിലെ കൊച്ചു നഗരത്തിൽ നിന്നും ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ ഉത്ഭവിക്കുമെന്ന് പ്രവാചക വചനം. ചലിക്കുന്ന നക്ഷത്രം അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. മത്തായി 2:10-11. ജ്ഞാനികൾക്ക് നക്ഷത്രം വഴികാട്ടിയായി അവരെ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ട് അവർക്ക് മുമ്പേ നീങ്ങുകയായിരുന്നു യേശുവിന്റെ നക്ഷത്രം. യേശുവിനെ അന്വേഷിച്ചു പോയവർക്ക് വഴികാട്ടിയാകാൻ കഴിഞ്ഞ നക്ഷത്രം നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? യേശുവിലേക്ക് അനേകരെ വഴി നടത്തേണ്ട അവന്റെ നക്ഷത്രങ്ങൾ അത്രേ നാം. ചലിക്കുന്ന ജീവനുള്ള നക്ഷത്രങ്ങൾ നമ്മെ കണ്ട് അനുധാവനം ചെയ്ത് യേശുവിന്റെ ഭവനത്തിൽ എല്ലാവരും എത്തണം. നിത്യവും അവിടെ ആയിരുന്ന യേശുവിനെ അമ്മയോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യാൻ, സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകുന്നതിനായി പ്രാർത്ഥിക്കാം. പുണ്യമിശിഹായെ, പുൽക്കൂട്ടിൽ നിന്നെ ആരാധിക്കാൻ എത്തിച്ചേർന്ന നക്ഷത്രമാകാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എന്നെ കടാക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അയ്യമ്മസമേ, എനിക്കായി എപ്പോഴും മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ദൈവമഹത്വത്തിലേക്ക്.